ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറിൻ്റെ മാത്സിൻ്റെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രേണി പൂർത്തിയാക്കുക. BJF, DKH, FMJ, HPL. അപ്പോൾ B കഴിഞ്ഞിട്ട് C ഇല്ല, D കഴിഞ്ഞിട്ട് E ഇല്ല, F. അപ്പോൾ +1 വെച്ചിട്ടാണ് വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ B, C ഇല്ല, D, E ഇല്ല, F, J ഇല്ല, H, G ഇല്ല, H, I ഇല്ല, J. അപ്പോൾ J വരും. J ഉള്ള രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടിലും ഏതെങ്കിലുമേ വരത്തുള്ളൂ. ഈ രണ്ട് ആൻസേഴ്സും വരത്തില്ല. അപ്പോൾ ആദ്യം J കിട്ടി നമുക്ക്. ഇനി അടുത്തത് T ആണോ I ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. J കഴിഞ്ഞിട്ട് K, ഓക്കെ. K കഴിഞ്ഞിട്ട് L ഇല്ല, M, അപ്പോൾ +1 വന്നു. M കഴിഞ്ഞിട്ട് O ഇല്ല, P, അപ്പോൾ +2 വന്നു. P കഴിഞ്ഞിട്ട് QRS, അപ്പോൾ +3 ആണ് അടുത്തത് വരേണ്ടത്. QRS കഴിഞ്ഞിട്ട് വരുന്ന ഏതാ? T. അപ്പോൾ JTN ആണ് ഉത്തരം നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 16 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിൻ്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സമചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഫോർമുല ഏതാണ്? ഒരു സമചതുരം, അതിന് 16 സെൻറ്റിമീറ്റർ ചുറ്റളവാണുള്ളത്. അതിൻ്റെ ഉള്ളിലൊരു വൃത്തം വെച്ചിരിക്കുന്നു, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഫോർമുലയാണ് 4A. 4A എന്ന് പറയുന്നത് 16 ആണെന്ന് ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ് വന്നിരിക്കുന്നത്? എയുടെ വാല്യൂ 16 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടി. എയുടെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. വൃത്തത്തിൻ്റെ വ്യാസമാണ് 4 എന്ന് നമുക്ക് മനസ്സിലായി. എയുടെ വാല്യൂ 4 എന്ന് പറഞ്ഞാൽ ഒരു വശം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിൻ്റെ വ്യാസമാണ് 4 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസം 4 ആണെങ്കിൽ ആരം എത്രയാണ്? ആരം = 4/2 = 2 ആണ് ആരമെന്ന് കിട്ടി. പരപ്പളവാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഏതാണ്? πr². അതാണ് വൃത്തത്തിൻ്റെ പരപ്പളവിൻ്റെ ഫോർമുല ഏതാണ്? πr². പൈയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ പൈ വെച്ചിട്ടൊന്നും ആൻസർ വന്നിട്ടില്ല. അപ്പോൾ പൈയുടെ വാല്യൂ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3.14 × r², 2 × 2. അപ്പോൾ 4 × 3.14 ചെയ്താൽ മതി. അപ്പം 314 × 4 ചെയ്യുക. 314 × 4 എന്ന് പറയുമ്പോൾ 314 × 4. 4 16, ശിഷ്ട 1, 4 4 5, 4 12. അപ്പോൾ 1256 എന്ന് പറയും. ഇപ്പോൾ 3.14 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 2 സ്ഥാനം മാറ്റി കൊടുത്തിരുമ്പോൾ 12.56 cm² എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 86 + 52 എന്ന് പറയുന്നത് 5 ആണ്. 86 + 52 എന്ന് പറയുന്നത് എന്താണ്? 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 86 + 52 എന്ന് പറയുന്നത് 5. 63 + 72 എന്ന് പറയുന്നത് 8. അതിൽ 83 + 72 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8 ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 8 ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 2. 5 ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 3. അപ്പോൾ 2 + 3 5. 6 ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്ര വരും? 3. 7 ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്ര വരും? 5. അപ്പോൾ 5 + 3 8. അങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ 8 ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്ര വരും? 5 പ്ലസ് 7 ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്ര വരും? 5. 5 + 5 10. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 34 - 20 ഡിവൈഡഡ് ബൈ ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബോർഡ് മാസ് വെച്ചിട്ടാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ബോർഡ് മാസ് വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ബോർഡ് മാസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യുക. ബോർഡ് മാസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മളിപ്പം എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യണം. അപ്പം നോക്കിക്കോളൂ. 34 - 20 ഡിവൈഡഡ് ബൈ 5 പ്ലസ് ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യാം. 17 - 2 × 3 പ്ലസ് 18/9 എത്രയാണ് വരുന്നത്? 2 - 3 പ്ലസ് 10 ആണ് വരുന്നത്. അപ്പോൾ 34 - 20 ഡിവൈഡ് ബൈ 5 എത്രയാണ് വരുന്നത്? 4 പ്ലസ്
ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാകുമ്പോൾ 17 മൈനസ് 3 2 6, 17 മൈനസ് 6 പ്ലസ് 2 മൈനസ് 3 പ്ലസ് 10 എന്ന് വരും. 17 2 19 മൈനസ് 9 എന്ന് പറയുമ്പോൾ 10 വരും. അപ്പോൾ 34 മൈനസ് 4 പ്ലസ് ബ്രാക്കറ്റിനകത്ത് 17 2 19 മൈനസ് 9 എന്ന് പറയുമ്പോൾ 10 വരും. പ്ലസ് 10 10 10 20 24 34 മൈനസ് 24 എത്രയാണ്? 10 ആണ് ആൻസറായിട്ട് വരുന്നത്. ആൻസർ എത്രയാണ്? 10. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ബോർഡ് മാസ് വെച്ചിട്ട് ചെയ്താൽ മതിയാവും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എക്സ് മൈനസ് 1/x ഈക്വൽ ടു 3 ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ x⁴ പ്ലസ് 1/x⁴ വിലയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഫോർമുല അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എക്സ് മൈനസ് 1/x ഈക്വൽ ടു എ ആണെങ്കിൽ x² പ്ലസ് 1/x² ഈക്വൽ ടു a² പ്ലസ് 2. ഇതൊരു ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു എ ആണെങ്കിൽ x² പ്ലസ് 1/x² എന്ന് പറയുന്നത് a² മൈനസ് 2 ആയിരിക്കും. അതായത് തന്നിരിക്കുന്നതിനകത്ത് മൈനസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് വരും. തന്നിരിക്കുന്നതിനകത്ത് പ്ലസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ a² മൈനസ് 2 വരും. ഈ രണ്ട് ഫോർമുലകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഫോർമുലകളാണ്. എക്സ് മൈനസ് 1/x ഈക്വൽ ടു എ ആണെങ്കിൽ x² പ്ലസ് 1/x² ഈക്വൽ ടു a² പ്ലസ് 2 എന്നും എക്സ് പ്ലസ് 1/x ഈക്വൽ ടു എ ആണെങ്കിൽ x² പ്ലസ് 1/x² ഈക്വൽ ടു a² മൈനസ് 2 എന്നുള്ളത് പഠിച്ചിരിക്കുക. അപ്പോൾ ഇവർ തന്നിട്ടുണ്ട് എക്സ് മൈനസ് 1/x ഈക്വൽ ടു 3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x² പ്ലസ് 1/x² എന്ന് പറയുന്നത് എന്ത് കിട്ടും? a² പ്ലസ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3² പ്ലസ് 2. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 9 പ്ലസ് 2 11 കിട്ടി. x² പ്ലസ് 1/x² 11 കിട്ടി. എങ്കിൽ നമുക്ക് x⁴ പ്ലസ് 1/x⁴ കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. x² പ്ലസ് 1/x², എക്സ് പ്ലസ് 1/x എ ആണെങ്കിൽ x² പ്ലസ് 1/x² a² മൈനസ് 2 ആണ്. അപ്പോൾ ഇവിടെ x² സ്ഥാനത്ത് എന്താ തന്നിരിക്കുന്നത്? എക്സിൻ്റെ സ്ഥാനത്ത് എന്താ തന്നിരിക്കുന്നത്? x² ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ x⁴ പ്ലസ് 1/x⁴ എന്ന് പറയുന്നത് എന്തായിരിക്കും? a² മൈനസ് 2 ആണ്. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? 11. 11² മൈനസ് 2. 11² എത്രയാണ്? 121 മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 119. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചിരിക്കേണ്ട ഫോർമുല ഏതാണ്? എക്സ് മൈനസ് 1/x ഈക്വൽ ടു എ എന്നും എക്സ് പ്ലസ് 1/x ഈക്വൽ ടു എക്സ് മൈനസ് 1/x ഈക്വൽ ടു എ ആണെങ്കിൽ x² പ്ലസ് 1/x² ഏതാണ്? a² പ്ലസ് 2 എന്നും എക്സ് പ്ലസ് 1/x ഈക്വൽ ടു എ ആണെങ്കിൽ x² പ്ലസ് 1/x² ഈക്വൽ ടു a² മൈനസ് 2 ആണെന്നും പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഈ പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ ഇവർ എക്സ് മൈനസ് 1/x 3 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് വരും? നമുക്ക് x² പ്ലസ് 1/x² എന്ന് പറയുന്നത് 11 എന്നും കിട്ടും. അങ്ങനെ വരുമ്പോൾ x⁴ പ്ലസ് 1/x⁴ എത്ര വരും? 11² മൈനസ് 2 എന്ന് പറയുമ്പോൾ 121 മൈനസ് 2. 121 മൈനസ് 2 എന്ന് പറയുന്നത് 119 എന്ന് കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്ന പ്രോഗ്രസിൻ്റെ കോഡ് ഇതാണെന്ന് തന്നിട്ടുണ്ട്. പ്രോഗ്രസിൻ്റെ കോഡ് ഇതാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പിക്ക് പകരം നമുക്ക് കുറേ നമ്പർ ലെറ്റർ തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരെണ്ണമല്ല ഒന്നിൽ കൂടുതൽ ലെറ്റർ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പിക്ക് പകരം എന്താ കൊടുത്തിരിക്കുന്നത്? ഓയും ക്യൂ ആണ് പിക്ക് പകരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പി HIJK LMNO PQ. അപ്പം പിയുടെ മുമ്പത്തതും പി കഴിഞ്ഞിട്ടുള്ളതും വന്നു. അപ്പോൾ ആറിന് പകരം എന്താ കൊടുത്തിരിക്കുന്നത്? ആറിൻ്റെ മുമ്പ് ക്യൂ ആയിരുന്നു. ആറിന് വന്നിരിക്കുന്നത് ഏതാണ്? QS ആണ് ആറിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ്?
ആറിന് മുമ്പത്തെ ക്യൂ, 6 കഴിഞ്ഞിട്ടുള്ള എസ്, അങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ കെക്ക് മുമ്പുള്ളത് ഏതാ? HIJK, ജെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. കെ കഴിഞ്ഞിട്ടുള്ളത് ഏതാ? എൽ. അപ്പോൾ JL വന്നിട്ടുള്ളത് 2 എണ്ണം ഉണ്ട്, ബാക്കി 2 വെട്ടിപ്പോയി. അത് കഴിഞ്ഞ് JL വന്ന് അടുത്തത് HJ. അപ്പം ഈ 4 ലെറ്റർ സെയിം തന്നെയാണ്. അപ്പോൾ ഐയുടേതും വന്നിട്ടുണ്ട്. ഇനി അടുത്ത ടി കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? ടി കഴിഞ്ഞിട്ട് വരുന്നത് ടിക്ക് മുമ്പുള്ളതും വരണം. അപ്പോൾ ടിക്ക് മുമ്പുള്ളത് എസ് ടി ആണ് വരുന്നത്. SU ആണ് വരേണ്ടത്. ഇവിടെ SU ആണ് വരുന്നത്. ആൻസർ വരേണ്ടത് SU ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. ടിക്ക് മുമ്പുള്ളത് എസ്, ടിക്ക് ശേഷമുള്ളത് യു. SU ആണ് ആൻസർ വരുന്നത്. JL ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. നമുക്ക് മുമ്പോട്ടുള്ളത് ക്വസ്റ്റ്യൻസ് നോക്കാം. തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. n ഒരു എണ്ണൽ സംഖ്യ ആയാൽ n³ - n എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 3 എന്ന് കൊടുക്കാം. സപ്പോസ് n = 3 ആണെങ്കിൽ 3³ - 3, 3 9 3 27 - 3 24. 24നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ വേറൊരു നമ്പറും കൂടെ കൊടുക്കാം. 2 കൊടുക്കാം. 2 4 2 8, 8 - 2. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ 2ൻ്റെ ക്യൂബ് എന്ന് വരും. 2ൻ്റെ ക്യൂബ് - 2 എന്ന് വരും. അപ്പോൾ 2ൻ്റെ ക്യൂബ് എത്രയാണ്? 8 - 2 എന്ന് പറയുമ്പോൾ 6. അതും ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇത് ശരിയാണ്. അടുത്തത് n ഒരു എണ്ണൽ സംഖ്യയായാൽ 12n ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം 0 5 വരുന്നുണ്ടെന്ന് നോക്കാം. n ഒരു എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ 12 എത്രയാണ്? 2 2 തന്നെ. അടുത്തത് എൻ്റെ സ്ഥാനം 2 കൊടുക്കുക. അപ്പോൾ 2² എന്ന് പറയുമ്പോൾ എത്ര വരും? അത് എൻ്റെ ചെയ്യുന്നത് 4-ലായിരിക്കും. 2³ എന്ന് പറയുമ്പോൾ എത്ര വരും? 2 2 4 2 8 വരും. എൻ്റെ ചെയ്യുന്നത് 8. 2⁴ എന്ന് പറയുമ്പോൾ 2 4 2 2 16. ഈ 2⁵ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? 32 ആണ് വരുന്നത്. അപ്പോൾ 2-ലാണ് എൻ്റെ ചെയ്യുന്നത്. എങ്ങനെ വന്നാലും 2 4 8 6 ആ ഓർഡറിലേ നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് 0യും 5ഉം ഒന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് ആൻസറായിട്ട് വരുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. ആൻസർ ബി ആണെന്ന് കിട്ടി. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് കൂടെ പോകാം. n ഒരൊറ്റ സംഖ്യയായാൽ n² - 1നെ 8 കൊണ്ട് ഹരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n ഒരു ഒറ്റ സംഖ്യ. എന്നിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. 3² - 1. 3² എന്ന് പറയുമ്പോൾ 9 - 1 എന്ന് പറയുമ്പോൾ 8. 8ന് 9 - 1 എന്ന് പറയുമ്പോൾ 8. 8 ÷ 8 ഹരിക്കാൻ പറ്റും. അപ്പോൾ അതും ശരിയാണ്. ഒരൊറ്റ സംഖ്യയുടെ വർഗ്ഗം 4m + 1 എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കും. അപ്പം ഒരൊറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 3. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. 9നെ 4m + 1 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? 4 × 2 8 + 1. അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ +1 എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. ഇനി അടുത്ത ഘട്ടം കൂടി നോക്കാം നമുക്ക്. 4² എന്ന് പറഞ്ഞാൽ 16. അപ്പം എത്ര വരും? 4m + 1ൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റുമോ? 4 16. അടുത്ത 5 നോക്കാം. 5ൻ്റെ നോക്കുമ്പോൾ 5² എന്ന് പറയുമ്പോൾ 25. ഒറ്റ സംഖ്യയാണ് പറയേണ്ടത്. അപ്പോൾ ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 3 എടുത്ത് ഇനി അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 5. 5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. അപ്പം 4 × m + 1, 4 × 6 24 + 1 25. അപ്പോൾ ഒറ്റ സംഖ്യ എടുത്താൽ എന്താണേലും 4m + 1 എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാത്രി 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലോക്ക് ആണെങ്കിൽ ഇത് 12, ഇവിടെ 6, ഇവിടെ 3, ഇവിടെ 9. ഇവിടെ എത്ര വരും? 1 2 4 5 7 8 10 11 ഇങ്ങനെ വരും. നന്നായിട്ടൊന്നും കൂടെ വരയ്ക്കും. 12 6 9 3 1 2 4 5 7 8 9 10 11. ഇവർ പറഞ്ഞിരിക്കുന്നത് ക്ലോക്കിലെ
മിനിറ്റ് സൂചിക്ക് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6:05 എന്ന് പറയുമ്പോൾ എത്രയാവും? ക്ലോക്ക് എങ്ങനെ ഇരിക്കും? 6:05 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് 6:40 വരെ പോയി. അപ്പോൾ ഇവിടം വരെ എത്തി, ഇവിടം വരെ എത്തി. അപ്പോൾ ഈ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്തെന്ന് പറഞ്ഞാൽ ഈ സെക്ടറിൻ്റെ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സെക്ടറിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ്. സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു θ/360 ഇൻറ്റു πr². θ/360 ഇൻറ്റു πr² ആണ് സെക്ടറിൻ്റെ ഏരിയ. എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയുടെ നീളമാണ്. എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയുടെ നീളമായതുകൊണ്ട് 5 സെൻറ്റിമീറ്ററാണ് എന്നുള്ളത് കിട്ടിയത്. തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം 1 മുതൽ 2 വരെയുള്ള ദൂരത്തിൻ്റെ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. 1 മുതൽ 2 വരെയുള്ള ദൂരം എത്രയാണ്? 30 ഡിഗ്രി. അങ്ങനെ വരുമ്പം 1 മുതൽ 2 വരെ ഒരു ദൂരം, 2 മുതൽ 3 വരെ 2 ദൂരം, അങ്ങനെ വരുമ്പം 8 വരെ എത്ര ദൂരമുണ്ട്? 7 ദൂരമുണ്ട്. 7 × 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 210 ഡിഗ്രിയാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 210 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു, നമുക്ക് ആൻസറിനകത്ത് പൈ തന്നിട്ടില്ല. അപ്പോൾ പൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 22/7 ആണ്. ഇൻറ്റു r² എന്ന് പറയുമ്പോൾ 5ൻ്റെ സ്ക്വയർ, 5 × 5. ഇത് ചെയ്യുമ്പം 7 210 കൂടെ പോകുമ്പോൾ എത്ര വരും? 30 പ്രാവശ്യം 210. 0 0 ക്യാൻസലായിപ്പോവും. 2 വെച്ചാകുമ്പോൾ 11 2 22, 12 2 36, 3 12 കൂടെ വെട്ടുമ്പോൾ 4 വരും. അപ്പം എത്ര വരും? 25 × 11 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 21 × 15 എന്ന് പറയുന്നത് 275/6 എന്ന് വരും. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 45 5/6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 45 5/6 എന്ന് കിട്ടും. 45 5/6 എന്ന് കിട്ടും. ഇതാണ് ആൻസറായിട്ട് കിട്ടുന്നത്. എത്ര വരും? 25 × 11 എന്ന് പറയുമ്പം 275/6 എന്ന് വരും. എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്ത് കാണിക്കാം. തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 210 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7. പൈയുടെ വാല്യൂ എത്രയാണ്? 22/7 ഇൻറ്റു r² 5ൻ്റെ സ്ക്വയർ. 2 വെച്ചാകുമ്പോൾ 11 2 22, 12 3 36, 11 2 2 വെച്ചാകുമ്പോൾ 7 2 16, 18 2 36, 18 2 36, 180 എന്ന് വരും. ഇവിടെ 11 വരും. ഇവിടെ വരുമ്പോൾ ഈ 0 പോകും. പിന്നെ 3 വെച്ചാകുമ്പോൾ 3 7 21, 3 7 21, 3 6 18, 7/6 എന്ന് വരും. ഈ 7 ക്യാൻസലായി പോകും. 6 വരും. 11 × 5² എന്ന് പറയുന്നത് 275 എന്ന് വരും. 11 × 5² എന്നുള്ളത് 25 × 11 എന്ന് പറയുന്നത് 275 ആണ്.
275 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഇത് ആൻസറിനകത്തുണ്ടോ? ഇല്ല. അപ്പോൾ 275/6 നമുക്ക് മാറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ 275 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. 275/6 എന്ന് പറയുമ്പം 6 4 24, 6 4 24, ബാക്കി എത്രയുണ്ട്? 3 35. അപ്പം 7 5 35, 6 7 42, 6 7 42, 6 7 42, 42 35 1 30 36, 5 30. അപ്പോൾ 5 പ്രാവശ്യം 30 എന്ന് വരും. റിമൈൻഡർ എത്ര വരും? 5 വരും. അപ്പം 45 6/5 cm² എന്ന് വരും. 45 5/6 cm². 45 5/6 cm². ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധിയും പരപ്പളവും ഇവ തുല്യമായാൽ അതിൻ്റെ വ്യാസം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വൃത്തപരിധിയും പരപ്പളവും തുല്യമാണ്. അപ്പം അതിൻ്റെ ചുറ്റളവും ഏരിയയും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുറ്റളവിൻ്റെ ഫോർമുല ഏതാണ്? ചുറ്റളവിൻ്റെ ഫോർമുലയാണ് 2πr. വിസ്തീർണത്തിൻ്റെ ഫോർമുല ഏതാണ്? πr², അല്ലേ? അപ്പോൾ ഈ ആറും പോയി, പൈയും പോയി. അപ്പോൾ 2 = r എന്ന് കിട്ടി. ആറിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. ഇത് റേഡിയസ് 2 ആണെന്ന് കിട്ടി. അപ്പോൾ വ്യാസം ഡയമീറ്റർ എത്രയാണ്? 2 × 2 4 ആയിരിക്കും. 4 യൂണിറ്റാണ് ഡയമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക ചോദിക്കുമ്പോൾ ആദ്യം 100നും 200നും ഇടയ്ക്ക് 9 ഇടയ്ക്കുള്ള ആകെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. എന്നിട്ട് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. അപ്പം നമുക്ക് ആദ്യം 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് 100നും 200നും ഇടയ്ക്കുള്ള ആകെ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം. 100നും 200നും ഇടയ്ക്ക് എത്ര സംഖ്യയുണ്ട്? 101, 102, അങ്ങനെ 199 വരെയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 99 നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണ്? Sn = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര നമുക്കറിയാം? 99 സംഖ്യകളുണ്ട്. 99/2 ഇൻറ്റു ഫസ്റ്റ് ടേം 101 പ്ലസ് ലാസ്റ്റ് ടൈം 199. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 199 പ്ലസ് 101 എന്ന് പറയുമ്പോൾ 300 കിട്ടും. 300/2 എന്ന് പറയുമ്പോൾ 150 കിട്ടും. 150 × 99 എന്ന് പറയുന്നത് 14,850 ആണ്. 150 × 99 എന്ന് പറയുന്നത് എത്രയാണ്? 14,850 ആണ് കിട്ടി. ഇതിപ്പം 100നും 200നും ഇടയ്ക്കുള്ള ആകെ സംഖ്യകളുടെ തുക നമുക്ക് 14,850 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം. 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യ ഏതാ? 108. അടുത്ത സംഖ്യ ഏതാ? 117. അങ്ങനെ പോയിട്ട് 198 ആണ് 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന അവസാനത്തെ സംഖ്യ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്? അപ്പോൾ 200ന് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 200 ഡിവൈഡഡ് ബൈ 9 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 9 2 18, പിന്നെ 20 വരും. അപ്പം വീണ്ടും 9 2 18. ശിഷ്ടം എത്ര കിട്ടി? 2 കിട്ടി. ആ ശിഷ്ടം നമുക്ക് ആ നമ്പറിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കണ്ടുപിടിക്കാം. അപ്പം നമുക്കിതിൻ്റെ തുക കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 108 പ്ലസ് 117 പ്ലസ് എക്സെട്ര പ്ലസ് 198 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയത്തില്ല ഇതിനിടയ്ക്ക് എത്ര സംഖ്യകളുണ്ടെന്ന് നമുക്കറിയത്തില്ല. അറിയാവോ? ഇല്ല. അപ്പം നമുക്ക് ആദ്യം n കണ്ടുപിടിക്കണം. n എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഒരു ജോലിയാണ്. അപ്പോൾ n എന്ന് പറയുന്നത് ഏതാണ്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം, അതായത് ഡിഫറൻസ് പ്ലസ് 1 എന്നുള്ളതാണ് എന്നിൻ്റെ വാല്യൂ. ഇവിടെ ലാസ്റ്റ് ടേം ഏതാണ്? 198 മൈനസ് ഫസ്റ്റ് ടേം ഏതാണ്? 108 ഡിവൈഡ് ബൈ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 9 പ്ലസ് 1.
അപ്പം 198 മൈനസ് 108 എന്ന് പറയുമ്പോൾ എത്ര വരും? 90 എന്ന് വരും. 90/9 പ്ലസ് 1. അപ്പോൾ 90/9 എന്ന് പറയുമ്പോൾ എത്ര വരും? 10 വരും. 10 + 1 11 നമുക്ക്. ഇതിനിടയ്ക്ക് 11 സംഖ്യകളുണ്ടെന്ന് നമുക്കങ്ങനെ മനസ്സിലായി. 11 സംഖ്യകൾ, എന്നിൻ്റെ വാല്യൂ 11 കിട്ടി. എന്നിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. ഇനി നമുക്ക് തുക കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്താൽ മതി? n/2 ഇൻറ്റു, അതായത് 11/2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഏതാണ്? 108 അധികം ലാസ്റ്റ് ടൈം ഏതാണ്? 198. ഇത് ചെയ്യുമ്പോൾ 306 എന്ന് കിട്ടും. 108 198 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 306 എന്ന് കിട്ടും. അപ്പം 306 ഇൻറ്റു 11/2 ചെയ്യണം. എത്ര വരും? 15 2 30. 153 ഇൻറ്റു 11 വരും. 153 ഇൻറ്റു 11 പറയുന്നത് 1683. അപ്പോൾ ഇത്രയും ചെയ്ത് നമുക്ക് എന്തൊക്കെ കിട്ടി? 1683 കിട്ടി. അതായത് നമുക്ക് 100നും 200നും ഇടയ്ക്കുള്ള ആകെ സംഖ്യകളുടെ തുകയാണ് 14,880. 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ തുകയാണ് 1683. അപ്പം 100നും 200നും ഇടയ്ക്കുള്ള ആകെ സംഖ്യകളുടെ തുക മൈനസ് 100നും 200നും ഇടയ്ക്കുള്ള 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ തുക സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സാധിക്കാത്ത സംഖ്യകൾ കിട്ടും. അതായത് 14,850 മൈനസ് 1683 ചെയ്യണം. 14,850 മൈനസ് 1683 ചെയ്യുക. അപ്പം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 നിന്ന് 3 പോയാൽ 7, 4 നിന്ന് 8 പോകുമ്പോൾ 8 6 14, 14 നിന്ന് 6 പോകുമ്പോൾ എത്ര വരും? 14, 8 6 14, പിന്നെ 7 ആണ് വരുന്നത്. 17 നിന്ന് 6 പോകുമ്പോൾ 7 വരുമ്പം 17 വരുമ്പോൾ 7 വരുമ്പോൾ 7 നിന്ന് 6 പോകുമ്പോൾ 1, 4 നിന്ന് പോകുമ്പോൾ 3, 13 167 അല്ലേ. 10 നിന്ന് 3 പോകുമ്പം 7, 4 നിന്ന് 8 പോകത്തില്ല. അപ്പോൾ 14 നിന്ന് 8 പോകുമ്പോൾ 8 6 14, ഇവിടെ 7 നിന്ന് 6 പോകുമ്പോൾ 1, 4 നിന്ന് പോകുമ്പോൾ 3, 13,167 എന്നുള്ളത് ആൻസറായിട്ട് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 13,167. 100നും 200നും ഇടയ്ക്കുള്ള ആകെ സംഖ്യകളുടെ തുക മൈനസ് 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. അപ്പോൾ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ n കണ്ടുപിടിക്കണം. അപ്പോൾ n = l മൈനസ് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ ഡിഫറൻസ് പ്ലസ് 1. അങ്ങനെ n കണ്ടുപിടിക്കുക. ഇതിനകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഫോർമുലയാണ്. Sn = n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. പിന്നെ എന്നിൻ്റെ വാല്യൂ നമുക്ക് അറിയാത്തതുകൊണ്ട് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഈ 2 ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.